18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങാനിരിക്കെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കായി ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് NDA സഖ്യകക്ഷികളും ഇന്ത്യ മുന്നണിയും. സ്പീക്കർ പദവി തങ്ങൾക്ക് നൽകണമെന്ന് JDയും TDPയും BJPയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാട്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയില്ല എങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. എന്നാൽ അതേസമയം തന്നെ സ്പീക്കർ സ്ഥാനം BJP തന്നെ ഏറ്റെടുക്കാനാണ് നിലവിലെ സാധ്യത. പകരം ചർച്ചയിലൂടെ സമയത്തിലെത്തി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സഖ്യകക്ഷികളിലെ ഒരാൾക്ക് നൽകാനും BJP ആലോചിക്കുന്നുണ്ട്. ജൂൺ 24-നാണ് 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കുക. ജൂൺ 26-ന് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികളും ആരംഭിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും അധികം ഉന്നയിക്കപ്പെട്ട ആവശ്യം ലോക്സഭാ സ്പീക്കർ പദവിയായിരുന്നു. ലോക്സഭാ സ്പീക്കർ പദവി ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് ചന്ദ്രബാബു നായിഡുവാണ്. JDSും TDPയും സ്പീക്കർ പദവി പരസ്പരം കലഹിക്കുന്നു എന്ന ഖ്യാതി ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിരുന്നതുമാണ്. ലോക്സഭയിലെ സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് NDAയിൽ തർക്കമുണ്ട് എന്നാണ് നിലവിലെ സൂചന. BJPയുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്ന് നിതീഷ് കുമാറിന്റെ JDU തീരുമാനമെടുത്തപ്പോൾ എല്ലാവരുടെയും അംഗീകാരം തേടി വേണം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനെന്നാണ് ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുടെ നിലപാട്. TDPയും JDUവും NDA ഘടകകക്ഷികളാണെന്നും BJP നാമനിർദ്ദേശം ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്നുമാണ് JDU നേതാവ് KC ത്യാഗി ശനിയാഴ്ച പറഞ്ഞത്. എന്നാൽ ലോക്സഭയിലെ ഭൂരിപക്ഷമായ 272-ൽ 240 സീറ്റുകളാണ് BJP ഒറ്റയ്ക്ക് നേടിയത്. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ തീരുമാനമെടുക്കാൻ BJPക്ക് കഴിയില്ല. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് JDUവിനെയോ TDPയോ പരിഗണിക്കണമെന്ന് ഇന്ത്യ സഖ്യത്തിലെ ആം ആദ്മി പാർട്ടി ഈ മാസം ആദ്യം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ BJPക്ക് പദവി കിട്ടിയാൽ JDUവിൽ നിന്നും TDPയിൽ നിന്നും MPമാരെ കുതിരക്കച്ചവടം നടത്തി പാർട്ടിയിലേക്ക് മാറ്റുമെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ അശോക് ഗെഹ്ലോട്ട് കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ പല വകുപ്പുകളും സഖ്യകക്ഷികൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രധാന വകുപ്പുകൾ BJPയുടെ കൈവശം തന്നെയിരിക്കുകയാണ്. അതിൽ സഖ്യകക്ഷികൾക്ക് മുറുമുറുപ്പ് ഉണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ജൂൺ 24-നാണ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കായി ലോക്സഭ ചേരുന്നത്. 26-ാം തീയതിയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ സ്പീക്കർ പദവിക്കായി JDUവും TDPയും അവകാശവാദം ഉന്നയിക്കണമെന്ന് ഇന്ത്യ മുന്നണി ആദ്യം പ്രസ്താവന ഇറക്കിയിരുന്നു. പിടികൊടുക്കാതെ വഴുതിമാറുകയാണ് എന്നാൽ NDA സഖ്യകക്ഷികൾ അന്നേരം ചെയ്തത്. സ്പീക്കർ പദവി സംബന്ധിച്ച് BJP എന്ത് തീരുമാനിച്ചാലും അതിനൊപ്പം തന്നെയാണ് തങ്ങളെന്ന് JDU വ്യക്തമാക്കിയപ്പോൾ ഇക്കാര്യത്തിൽ തൽക്കാലം പ്രതികരിക്കാൻ ഇല്ല എന്നായിരുന്നു TDPയുടെ നിലപാട്. കോൺഗ്രസ് ചർച്ചകളെ വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നതെന്നും അതിൽ യാതൊരു അർത്ഥവുമില്ലെന്നും ഭരണസഖ്യത്തിലെ ഏറ്റവും വലിയ കക്ഷി സ്പീക്കറെ വിളിക്കുന്നതാണ് കീഴ്വഴക്കമെന്നും BJP എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുമെന്നുമായിരുന്നു അന്ന് JDUവിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കേഴ്സായി മാറിയ നിതീഷും നായിഡുവും ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിനായി ചരടുവലി നടത്തിയിരുന്നു. ലോക്സഭയുടെ ഭരണഘടനാപരമായുള്ള തലവനാണ് സ്പീക്കർ. സ്പീക്കറുടെ അഭാവത്തിലുള്ള സഭാനാഥനാണ് ഡെപ്യൂട്ടി സ്പീക്കർ. 1919-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമപ്രകാരമാണ് 2 പദവികളും നിർവചിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ തന്ത്രശാലികളും പരിണിതപ്രജ്ഞരുമായ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും സ്പീക്കർ പദവി കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നതിന് പുറകിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. BJP എന്ന ഭരണ പാർട്ടിയോടുള്ള വിശ്വാസക്കുറവ്. മറ്റൊരു തരത്തിൽ ഓപ്പറേഷൻ താമരയിൽ നിന്നും ഒരു ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇരുവർക്കും ഈ സ്പീക്കർ സ്ഥാനം. നേരത്തെ NDA വിടുമ്പോൾ നിതീഷ് ഉന്നയിച്ച പ്രധാന ആരോപണം BJP മുന്നണിക്കുള്ളിൽ നിന്ന് JDUവിനെ പിളർത്താൻ ശ്രമിക്കുന്നു എന്നാണ്. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രത്തിൽ കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങി പല സംസ്ഥാനങ്ങളിലും ഓപ്പറേഷൻ താമര വിരിയുന്നത് നമ്മൾ കണ്ടിരുന്നതുമാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ BJPയും അതിലുപരി മോദിയും ഒരിക്കലും ആഗ്രഹിക്കില്ല. മോദിക്കൊട്ടും പരിചയമില്ലാത്ത മുന്നണി മര്യാദകൾ പാലിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഭരണത്തിലേടാൻ തങ്ങളെ കൂടെ കൂട്ടിയ BJP പാർട്ടി പിളർത്തിയെടുക്കാമെന്നും JDUവിനെയും TDPയെയും ഒന്നാകെ വിഴുങ്ങിയേക്കാമെന്നുമുള്ള ഭയം ഇരു നേതാക്കൾക്കും ഉണ്ടായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ സ്പീക്കറുടെ റോൾ ഏറെ പ്രധാനമാണ്. കൂടുമാറ്റ നിയമം, ജനാധിപത്യ നിയമം തുടങ്ങി വിഷയങ്ങളിലെല്ലാം തന്നെ അവസാന വാക്കായി വരിക സ്പീക്കറാകും. മഹാരാഷ്ട്രയിൽ ശിവസേനയെയും NCPയെയും പിളർത്തി BJP നടത്തിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് BJPക്ക് തുണയായി നിന്നത് നിയമസഭാ സ്പീക്കറായിരുന്നു. നിയമസഭയിൽ പയറ്റി തെളിഞ്ഞ രാഷ്ട്രീയ ചരടുവലികൾക്ക് കേന്ദ്രത്തിൽ BJP മുതിർന്നാൽ സ്പീക്കർ പദവി കയ്യിലുറപ്പിച്ച് എതിരിടാനാകുമെന്ന് ഇരുവരും കണക്കുകൂട്ടിയിരിക്കുക. തങ്ങളുടെ മൊത്തം പിൻബലത്തിൽ അധികാരമുറപ്പിച്ച നരേന്ദ്രമോദിക്കും BJPക്കും കൃത്യമായൊരു സന്ദേശവും മുന്നറിയിപ്പും കൂടിയാണ് ഈ നീക്കം. എന്നാൽ ലോക്സഭയിൽ BJP സ്പീക്കർ വരുന്നതിൽ പ്രതിപക്ഷത്തിന്, അതായത് ഇന്ത്യ മുന്നണിക്ക് താല്പര്യമില്ല. എന്നാൽ സ്പീക്കർ പദവിക്ക് അവകാശവാദം ഉന്നയിക്കുന്ന നിതീഷിന്റെയും നായിഡുവിന്റെയും ചാണക്യബുദ്ധി തിരിച്ചറിയുന്ന BJP എന്ത് നിലപാട് എടുക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം.